നമസ്കാരം. നമുക്ക് എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാര്യം ഇപ്പോഴത്തെ ഈ ന്യൂജൻ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ, ഈ കുട്ടികൾ 24 മണിക്കൂറും മൊബൈലിലാണ്, അതിന് അഡിക്ഷനായിരിക്കുകയാണ്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നോട് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ തന്നെ അവർ തുടങ്ങുമ്പോൾ തൊട്ട് പോകുന്നത് വരെയും ഇത് വെച്ചുകൊണ്ടിരിക്കും. അതൊരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. അത് തന്നെ ഒരു അൺഹെൽത്തിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സസൈസ് ഇല്ല, ഒന്നുമില്ല, ഇതിനകത്ത് നോക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു മൂവിങ് വെഹിക്കിളാണ്. മൂവിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർ ഒരു മൂവിങ് വെഹിക്കിൾ, ബൈക്ക് ഒരു മൂവിങ് വെഹിക്കിൾ, എയ്റോപ്ലെയിൻ മൂവിങ് വെഹിക്കിൾ, ഇതുപോലെ കപ്പൽ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൂവിങ് വെഹിക്കിളാണ്. ഇപ്പോൾ കാറിനാണെങ്കിൽ മെയിൻ 4 ജോയിൻറ്റേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇഷ്ടംപോലെ ജോയിൻറ്റ്സ്, 100 കണക്കിന് ജോയിൻറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു വിരലിൽ തന്നെ, ഒരു വിരലിൽ തന്നെ മൂന്ന് ജോയിൻറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ എത്രയോ ജോയിൻറ്റുകൾ. അപ്പോൾ ഈ ജോയിൻറ്റുകൾക്കെല്ലാം എണ്ണമയം ആവശ്യമാണ്, എക്സസൈസ് ആവശ്യമാണ്, എല്ലാം കാര്യം ആവശ്യമാണ്. കാരണം നമ്മൾ ഏത് അവയവം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ആ അവയവം ലൂസാവും. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില ആളുകൾ യോഗ പ്രാക്ടീസ് ചെയ്യും. കുഴപ്പമില്ല, യോഗ നല്ലതാണ്. ഡാൻസ് ആസ് എ തെറാപ്പി എന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം. പിന്നെ ഈ ജിമ്മിൽ പോകും. ഈ ജിമ്മിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പോകുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, അത് ഡോക്ടറെ കൊണ്ട് അവൻ്റെ പൾസ്, ഹാർട്ട് ബീറ്റ്, പ്രഷർ, അവൻ്റെ വെയിറ്റ്, അവൻ്റെ ശാരീരികവും മാനസികമായിട്ടുള്ള ഘടനകളെല്ലാം നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. പക്ഷേ യോഗ പോലെയല്ല. ഈ ജിമ്മെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അവർ പരിശീലിപ്പിക്കുന്നത് മുഴുക്കെ പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ല. പിന്നെ മോറോലെസ് അത് കൂടാതെ ഈ ആവശ്യമില്ലാത്ത പ്രോട്ടീൻസുകൾ, അത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതോ ഫാർമക്യൂട്ടിക്കൽ അംഗീകരിച്ചിട്ടുള്ളതോ ഒരു അംഗീകാരം ഇല്ലാത്തത് ഈ ഹോർമോൺസൊക്കെ ചേർത്തായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സാധനമെല്ലാം കഴിച്ചിട്ടായിരിക്കും ഓരോരുത്തർ ജിമ്മിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാർട്ട് കണ്ടീഷൻ എങ്ങനെയെന്ന് അറിയത്തില്ല. നമ്മൾ പോകുന്നതിന് മുമ്പ് ബ്ലഡ് പ്രഷർ നോക്കണം, അവൻ്റെ പൾസ് നോക്കണം, അവൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കണം. പിന്നെ ബാക്കി ലാബറട്ടറി എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ ടീനേജേഴ്സിന് തന്നെ ഹാർട്ട് പേഷ്യൻ്റായിട്ടാണ് കൂടുതലും കാണുന്നത്. അതിപ്പോൾ ഉദാഹരണം, ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ചോക്ലേറ്റിൽ 75% കൂടുതലാണ് ഫാറ്റുള്ളത്. അതേസമയം ഇറച്ചിയിലോ മീനിലോ മുട്ടയിലോ ഒന്നുമില്ല. അപ്പോൾ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ട് മാൻ സപ്പോസ് ടു ബി ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ജിമ്മിലൊക്കെ വലിയ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ഹാർട്ട് കണ്ടീഷൻ ശരിയായിരിക്കത്തില്ല. ചിലപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം കാണും, ബ്ലോക്ക് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അവൻ്റെ വാൽവിന് പ്രോബ്ലം കാണും. ഈ കുട്ടിക്കാലം തൊട്ടേ വാൽവിന് പ്രോബ്ലം കാണും. പക്ഷേ ഈ വാൽവിൻ്റെ പ്രോബ്ലം അറിയുന്നത് എന്നാണ് ഏതെങ്കിലും ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, ഇപ്പോൾ ഉദാഹരണം മിലിറ്ററിയിൽ അങ്ങനെ ചേരണമെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാത്രമാണ് അറിയുന്നത് ആ പർട്ടിക്കുലർ ആളിന് വാൽവിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അതുവരെ എങ്ങനെയങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഈ ജിമ്മിലൊന്നും പോകാൻ പാടില്ല. ജിമ്മിന് എതിരല്ല, ജിമ്മിന് അനുകൂലം തന്നെയാണ് ഞാൻ. അതേസമയം അതുപോലെ വെയ്റ്റ് ലിഫ്റ്റ് അതൊരു പ്രധാന ഘടകമാണ്. അതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് നോക്കിയിട്ട് മാത്രമേ ആ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുമല്ല, ഈ ജോയിൻറ്റിനൊക്കെ ശക്തി ഉണ്ടോ ഇതൊന്നും ആരും നോക്കാറേ ഇല്ല. അപ്പോൾ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക്, ഏത് ആൾക്കാർക്കും നമുക്ക് ശരീരമായിട്ട് വേണ്ടുന്നത് വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ട്രേസ് മിനറൽസ് വേണം, പിന്നെ അതുപോലെ കാൽസ്യം വേണം, ഗ്ലൂക്കോസാമൈൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. എപ്പോഴും നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് മാത്രമേ ഹെവി എക്സസൈസുകൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ സ്പോർട്സിനുള്ള അവരെല്ലാം എക്സാമിനേഷൻ ചെയ്തിട്ടാണ് ഇവർ ഓട്ടത്തിനായാലും ചാട്ടത്തിനായാലും സ്വിമ്മിങ്ങിനായാലും എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എത്രയോ പേര് ഈ ഹാർട്ട് പ്രോബ്ലം കൊണ്ട് മുങ്ങി മരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ അറിയുന്നില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള മാത്രമേ അറിയൂ, ഇതിൻ്റെ നെഗറ്റീവ് പോയിൻ്റൊന്നും അറിയുന്നില്ല. അപ്പോൾ ജിമ്മിൽ പോകുന്നവർ കാരണം ഇപ്പോൾ തന്നെ വളരെ ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട്, ജിമ്മിൽ പോയി ഇങ്ങനെ വന്നു മരിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് സർവ്വസാധാരണമായിട്ട് വരാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ജിമ്മിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ പോകാൻ. യോഗയ്ക്ക് അത്രയും കുഴപ്പം വരുന്നില്ല. എന്നാലും മെഡിക്കൽ യോഗ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാച്ചുറോപ്പതിക് ഡോക്ടേഴ്സ് അവർക്ക് മെഡിക്കൽ യോഗ അവരെ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്. ഇന്ന രോഗികൾക്ക് ഇന്ന യോഗ ചെയ്യാം, ഇന്ന യോഗ പാടില്ല. പിന്നെ എല്ലാ ആളുകൾക്കും ചെയ്യാവുന്ന ഒരു യോഗയാണ് ശവാസനം. ശവാസനം എന്നാൽ ശവം പോലെ കിടക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രീത്തിങ് എക്സസൈസൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കോഴ്സ് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനറെ കൊണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതെല്ലാം ആവശ്യമില്ല ഓരോ ചെയ്തു കഴിഞ്ഞാൽ ഗുണത്തിന് പകരം രോഗമാവും. അത് ജീവിത അവസാനം വരെയും രോഗികളായിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. ഈ ജിമ്മിൽ പോയി വെയിറ്റൊക്കെ എടുത്തിട്ട് ഈ മസിൽ തെറ്റും, ജോയിൻറ്റ് തെറ്റും, പിന്നെ ടെൻഡൻ വലിയും. ഇതൊക്കെ മാറാനായിട്ട് വർഷങ്ങളോളം എടുക്കും. അപ്പോൾ അത് ഗുണത്തിന് പകരം ദോഷവും ചെയ്യും. നമ്മൾ ഏത് സംഗതി ആയിക്കഴിഞ്ഞാലും നമ്മൾ അത് ശാസ്ത്രീയമായിട്ട് നോക്കി തന്നെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇത് രോഗകാരണങ്ങൾക്കും വരും, രോഗങ്ങൾക്ക് മാറാനും ഉപയോഗിക്കാം, ഈ രണ്ടിനും ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ അഡ്വൈസോ ട്രെയിനിങ്ങോ ഇല്ലാതെ നിങ്ങൾ ഒരു ഹെവി എക്സസൈസിനൊന്നും പോകാൻ പാടില്ല. ലൈറ്റായിട്ടുള്ളതൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെ കുറച്ച്, പിന്നെ ഫുഡിനും മറ്റും എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് നമുക്കൊരു ശരീരത്തിനും മനസ്സിനും മാക്സിമം സുഖം കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ പ്രധാനമായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ WHO പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. 90% ബൈപ്പാസ് സർജറി ആവശ്യമില്ല. അതിന് പകരമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കിലേഷൻ തെറാപ്പി, അതല്ലെങ്കിൽ ലേസർ തെറാപ്പി. ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ചാണ്. അത് നമ്മുടെ സാധാരണ ഡോക്ടേഴ്സിന് പോലും അറിയില്ല. ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് കൂടുതൽ അറിയുന്നതിന് എന്നെ ഒരു വൈകിട്ട് 7 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതാണ്.